എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൂലം നക്ഷത്രം, ധനുരാശി. അസുരഗണം പുരുഷയോനി, മൃഗം നായ, പക്ഷി കോഴി, വൃക്ഷം വെള്ളപ്പൈൻ, ദേവത നിര്യാതി. പണ്ടുകാലത്ത് സാധാരണക്കാർ അവരുടെ നക്ഷത്രം ഏതാണെന്ന് അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു. ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ്. എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് മൂലം നക്ഷത്രമല്ല, തൃക്കേട്ട നക്ഷത്രമോ പൂരാടം നക്ഷത്രമോ ആണെന്ന്. അപ്പോഴാണ് വിഷമം തോന്നുന്നത്. കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന്. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശരി, ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, ഈ അധ്യായത്തിൽ മൂലം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, മൂലം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ, മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ, അനുകൂലമായ രത്നം, അനുകൂലമായ നിറങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂലനക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. ആദ്യം മൂലനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം. കുലീനത, കർമ്മകുശലത, വിശാലമനസ്കത, ആഡംബരഭ്രമം എന്നിവ മൂലനക്ഷത്രക്കാരുടെ മുഖമുദ്രകളാണ്. വളരെ ശാന്തശീലരായി കാണപ്പെടുന്ന മൂലനക്ഷത്രക്കാർ സമ്പന്നരും അഭിമാനികളുമായിരിക്കും. മൂലനക്ഷത്രക്കാർ ഏത് കാര്യം തുടങ്ങി വെച്ചാലും അത് പിന്നീടുള്ള സമയത്തേക്കും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ട് ഇരിക്കും. ധീരതയാണ് മൂലം നക്ഷത്രക്കാരുടെ മുഖമുദ്ര. ആഡംബര ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. കൂടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിനും ഇവർ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അന്ധവിശ്വാസത്തിൽ പെട്ടുപോകുന്നുമുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടൊപ്പം അന്ധവിശ്വാസവും ഇവരെ ബാധിക്കാറുണ്ട്. പലപ്പോഴും നീതിക്ക് വേണ്ടി പോരാടുന്നതിന് തന്നെയാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. നന്ദിയില്ലായ്മ മൂലനക്ഷത്രക്കാരുടെ ഒരു പ്രധാന പോരായ്മയാണ്. ഏത് കാര്യത്തിനും ഏതൊരാൾക്കും സഹായിക്കുന്നതിന് വാരികോരി ചെലവഴിക്കാനും ഇവർ ശ്രമിക്കും. പലപ്പോഴും രോഗങ്ങൾ അലട്ടുന്ന അവസ്ഥയും ഇവർക്കുണ്ടാകാറുണ്ട്. എങ്കിലും അതിനെയെല്ലാം വകവയ്ക്കാതെ പ്രവർത്തിക്കാനും മൂലനക്ഷത്രക്കാർ ശ്രമിക്കും. നീതിപൂർവം ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. അഹംഭാവം ഉണ്ടെന്ന് പുറമേ തോന്നുന്നുവെങ്കിലും അത്തരം കാര്യങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് സത്യം. സമ്പത്തും ബഹുമാനവും ഇവരെ തേടിയെത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായി സൗഖ്യം, കീർത്തി, ഐശ്വര്യം എന്നിവയും ഇവരോടൊപ്പം ഉണ്ടാകും. മൂലം നക്ഷത്രക്കാർ സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ പണം കൊണ്ട് ജീവിതത്തിൽ ഉയരത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നതിന് ഇവർക്ക് ഒരു പ്രത്യേക കഴിവും ഉണ്ടായിരിക്കും. പൊതുപ്രവർത്തന വിഷയങ്ങളിൽ മൂലനക്ഷത്രക്കാർ മുന്നോട്ട് എത്തുമെങ്കിലും പലപ്പോഴും സ്വാർത്ഥത ഇവരിൽ കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ബഹുമാനത്തോടെ എല്ലാവരോടും പെരുമാറുമെങ്കിലും മൂലനക്ഷത്രക്കാർക്ക് ബഹുമാനം ലഭിക്കുന്ന കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുന്നതായി കാണുന്നു. സ്ഥിരമായി ഒരു സ്വഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ മൂലനക്ഷത്രക്കാർക്ക് പ്രയാസമായിരിക്കും. സുഖഭോഗങ്ങൾക്കായി ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. കാരണം പിന്നെ ഇത് വിട്ടുമാറാൻ പ്രയാസമായിരിക്കും. മധുരപ്രകൃതവും സമാധാനപ്രിയരുമായ മൂലനക്ഷത്രക്കാർ നിയമത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. എന്തെങ്കിലും തീരുമാനിച്ചുറച്ചാൽ അതിൽ നിന്ന് പിന്തിരിയുക പ്രയാസമായിരിക്കും. സുഹൃത്തുക്കൾക്ക് വളരെയധികം ഔദാര്യം കാണിക്കുന്ന മൂലനക്ഷത്രക്കാർക്ക് ഇതുമൂലം സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരുന്നു. വരുമാനത്തെക്കാളും ചെലവ് ചെയ്യുന്നത് മൂലനക്ഷത്രക്കാർക്ക് ഒരു ശീലമെന്ന് വേണമെങ്കിലും പറയാം. മൂലനക്ഷത്രക്കാർക്ക് ജന്മസ്ഥലം ശോഭിക്കാറില്ല. ജന്മസ്ഥാനം മാറി താമസിച്ചാൽ കഴിവും ഭാഗ്യവും കൂടുതൽ ശോഭിക്കും. വിദേശത്ത് പോകാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഇത് വളരെ നേട്ടങ്ങൾ നൽകും. കുടുംബാംഗങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ വിധി ഇവർ സ്വയം എഴുതും. മൂലനക്ഷത്രക്കാർ വിശ്വസ്തരായതുകൊണ്ട് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന മൂലനക്ഷത്രക്കാർ പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ പ്രവർത്തനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണ്. അതുപോലെ ഇവർ ആരംഭിച്ച സംരംഭങ്ങൾ ഒരിക്കലും നശിക്കാനും ഇടയില്ല.
വിജ്ഞാനം, കലാരസികത്വം, വാക്സാമർഥ്യം ഇവ മൂലനക്ഷത്രക്കാരിൽ ഒരുമിച്ച് കാണുന്നു. ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കും. സത്യസന്ധരും ആയിരിക്കും. ഇതൊക്കെയാണ് മൂലനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി മൂലനക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. മൂലനക്ഷത്രക്കാർക്ക് ഉത്രാടം, അവിട്ടം, പൂഴിട്ടാതി, കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല. അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം, കൂട്ടുവ്യാപാരം, വിവാഹം ഇവയൊന്നും പാടില്ല. അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ മൂലനക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ചിടപെടുകയും വേണം. മൂലനക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം വൈഡൂര്യമാണ്. ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ഉത്തമമെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക. അനുകൂലമായ നിറം മഞ്ഞ, വെളുപ്പ് എന്നിവയാണ്. മൂലനക്ഷത്രക്കാർക്ക് ആരംഭദശ കേതുവാണ്. ഇത് 7 വർഷം. അത് കഴിഞ്ഞ് ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം. അടുത്തതായി മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളെ പറ്റി പറയാം. മൂലനക്ഷത്രക്കാരികൾ മൃദു സ്വഭാവമുള്ളവരായിരിക്കും. അതുപോലെ നല്ല ദൈവവിശ്വാസികളും ആയിരിക്കും. താൻ വിശ്വസിക്കുന്ന ദേവൻ ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടെന്നും ഭഗവാൻ എപ്പോഴും സഹായത്തിനെത്തുമെന്നും ഇവർ അടിയുറച്ച് വിശ്വസിക്കും. ക്ഷമാശീലരും ഉദാരമതികളും ആയിരിക്കും ഇവർ. നല്ല നേതൃപാടവം ഇവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവരും സ്വതന്ത്രശീലരുമായ മൂലനക്ഷത്രക്കാരികൾ വേഗം ധനികരായിത്തീരും. എങ്ങനെ ജീവിക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നുവോ അതിലേക്കെത്താൻ എന്ത് ത്യാഗവും സഹിക്കും, എന്ത് കുബുദ്ധിയും പ്രയോഗിക്കും. ഇവരുടെ സന്താനങ്ങൾ എപ്പോഴും ഇവർക്കൊരു കരുത്തായിരിക്കും. മൂലനക്ഷത്രക്കാരികളുടെ മൃദുവായ സ്വഭാവത്തെ മനസ്സിലാക്കിയ ചിലർ ഇവരെ മുതലെടുക്കാനും സാധ്യതയുണ്ട്. മൂലനക്ഷത്രക്കാരികൾക്ക് ദേഷ്യം വന്നാൽ ഇവർ ആരാണെന്നോ എവിടെയാണെന്നോ എന്താണെന്നോ പിന്നെ ചിന്തിക്കില്ല. തങ്ങളുടെ പങ്കാളിയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മൂലനക്ഷത്രക്കാരികൾ പങ്കാളിയോട് വിശ്വസ്തതയും കൂറും പുലർത്തും. ഒരു പരിധി വിട്ട് മറ്റൊരു സ്ത്രീയെയും, അത് ഇവരുടെ സുഹൃത്തായാലും ഭർത്താവിൻ്റെ അമ്മയായാലും ഭർത്താവിൻ്റെ പെങ്ങളായാലും ഇവർ അകറ്റി നിർത്താൻ ശ്രമിക്കും. മൂലനക്ഷത്രക്കാരികൾ തനിക്ക് ഒരു ആവശ്യമില്ലെങ്കിലും എവിടെയും കയറി അഭിപ്രായം പറഞ്ഞു കളയും. ആ സമയം അവിടെ ഉള്ളത് മുതിർന്നവരാണോ, അവർക്ക് എന്തെങ്കിലും തോന്നുമോ, ഇതൊന്നും ചിന്തിക്കില്ല. മൂലനക്ഷത്രക്കാരികൾ ഗൗരവകാരികളും അതുപോലെ കർക്കശ ബുദ്ധിയുള്ളവരും ആയിരിക്കും. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും പരിഹസിക്കാനും അസാമാന്യ സാമർഥ്യം ഇവർക്കുണ്ടായിരിക്കും. മൂലനക്ഷത്രക്കാരികൾ സ്വന്തം അധികാരത്തെയും പദവിയെയും വിട്ട് ഒരു കളിയും കളിക്കില്ല. കുടുംബത്തെ നയിക്കാനുള്ള ഇവരുടെ കഴിവ് പ്രശംസനീയം തന്നെ. അക്കാര്യത്തിൽ മറ്റാരെയും കൈകടത്താൻ ഇവർ സമ്മതിക്കില്ല. കൂട്ടുകുടുംബത്തിൽ ജീവിതം ഇവർക്ക് പ്രയാസമായിരിക്കും. ജീവിതം ഉല്ലസിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മൂലനക്ഷത്രക്കാരികൾ. മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദുശാഠ്യക്കാരും നിർബന്ധ ബുദ്ധിയുള്ളവരും ആയിരിക്കും. ഇവരുടെ വൈവാഹിക ജീവിതം അത്ര ഫലപ്രദമായിരിക്കില്ല എന്ന് കാണുന്നു. ഏറെ ആഡംബരം പ്രകടിപ്പിക്കുന്ന ഇവർ ഭർത്താവിനോട് സ്നേഹമുള്ളവരായിരിക്കുമെങ്കിലും ഭർത്താവിനെ അനുസരിക്കാത്തവളായിരിക്കും. അതുകൊണ്ട് തന്നെ മൂലനക്ഷത്രം സ്ത്രീകൾക്ക് അശുഭമായി കണക്കാക്കപ്പെടുന്നു. ബന്ധുക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ, ധനക്ലേശം എന്നിവ മൂലനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായി കാണുന്നു. ഇതൊക്കെയാണ് മൂലനക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി മൂലനക്ഷത്രക്കാർ, അത് പുരുഷനായാലും സ്ത്രീയായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. ആത്മീയതയിൽ താല്പര്യവും ഈശ്വരവിശ്വാസവും വളരെ നല്ലതാണ്. എന്നാൽ കബളിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്സും കരുണയുള്ള മനോഭാവവും വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെയും കബളിപ്പിക്കപ്പെടാതെ നോക്കുക. വരവിനേക്കാൾ ചെലവ് ചെയ്യുന്ന പ്രകൃതം, ഇതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയുള്ള കാര്യം, മൂലനക്ഷത്രക്കാർ ജീവിത പങ്കാളിയെ ഭരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇത് നിയന്ത്രിച്ചില്ല എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ പരാജയപ്പെട്ടുവെന്നും വരാം. അടുത്തതായി മൂലം നാളിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. മൂലം നാളിൽ കൃഷിപ്പണികൾ ആരംഭിക്കുന്നതിനും വിവാഹത്തിനും കിണർ കുഴിക്കുന്നതിനും ഉത്തമമാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക.
നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.